ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നല്ല അടിപൊളി ഉള്ളിത്തേലുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിത്തേല് ചെയ്തിരിക്കുന്നത് സവാള ഉള്ളി കൊണ്ടാണ്, ചെറിയ ഉള്ളി കൊണ്ടല്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ്. ഇത് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന തേലുകൾ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയും വേണ്ട കേട്ടോ നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങളിവിടെ ഒരു 6 സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 6 സവാള ഉള്ളി എടുത്ത് തൊണ്ടൊക്കെ കളഞ്ഞ് ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ചേർക്കാൻ ആവശ്യമുള്ള കുറച്ച് വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും അമ്മയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെപ്പോലെയൊന്നും അല്ലേ, അമ്മ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. ചെയ്യുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കണേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയൊന്നും ചേർക്കുന്നില്ല, വെളിച്ചെണ്ണയിലാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ. ആ ഉലുവയും ഈ കടുകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം പിന്നെ ഇനി അമ്മ ഇതിനകത്തേക്ക് ചേർക്കണത് 3 വറ്റൽമുളകാണ് കേട്ടോ. ആ വറ്റൽമുളക് ഇവിടെ 2ആയിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വറ്റൽമുളകും കൂടെ ഒന്ന് റെഡിയായി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് കരിവേപ്പില അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കരിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ഒന്ന് റെഡിയായിട്ട് വന്നതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം അമ്മ അതിനകത്തേക്ക് കീറി വെച്ച ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പച്ചമുളകും കൂടെ സെറ്റായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് പിന്നെ ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ 6 സവാള ഉള്ളി ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് 6 സവാള ഉള്ളിയും കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഉള്ളിയും ആ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഈ നമ്മുടെ എണ്ണയിലിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം നന്നായിട്ട് ഇവിടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് അമ്മ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു 2.25 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അമ്മ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അമ്മ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിക്ക് ശേഷം ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറണത് വരെ നമുക്കിതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഇവിടെ മാറി ഇവിടെ റെഡി ആയിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ച പുളിയില്ലേ, ആ പുളി ഒന്ന് പുളിവെള്ളമാക്കി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം, അതായത് 200 ml അളവിൽ വെള്ളത്തിലാണ് പുളിവെള്ളമാക്കി ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ആ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇവിടെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് അളവിൽ, അതിലും കുറവ് അളവിലാണ് കേട്ടോ ഇവിടെ അമ്മ കായപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ കായപ്പൊടിയും കൂടി ഇട്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവേ. ഇപ്പോൾ ഇത് നന്നായിട്ട് കായപ്പൊടി എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കരയും കൂടി അമ്മ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയലാണ്. ഇത് നിങ്ങൾ ഇതേവരെയും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണം കേട്ടോ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഓർക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.